ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരേ സ്പെല്ലിങ്ങും ഒരേ ഉച്ചാരണവും ഉള്ള കുറേ വാക്കുകളാണ്. പക്ഷേ ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാക്കുകൾ നമ്മൾ പല അർത്ഥത്തിലാണ് യൂസ് ചെയ്യുക. ഒരേ സ്പെല്ലിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പല അർത്ഥത്തിലാണ് ഇത് യൂസ് ചെയ്യുക. ഇങ്ങനെ ഒരേ സ്പെല്ലിങ്ങും വ്യത്യസ്ത അർത്ഥവും ഉള്ള വാക്കുകൾ നമ്മൾ പറയുന്ന പേരാണ് ഹോമോഗ്രാഫ്. അപ്പോൾ ഹോമോഗ്രാഫ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള കുറേ വേർഡ്സ് നമുക്കിവിടെ പരിചയപ്പെടാം. ആദ്യത്തെ വാക്കാണ് റൺ. ഐ റൺ എവറി മോർണിംഗ്. ഞാൻ എന്നും രാവിലെ ഓടും. ജോഗിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഞാൻ എന്നും രാവിലെ ഓടും. അപ്പോൾ ഇവിടെ റൺ എന്ന് പറഞ്ഞാൽ എന്താ? ഓടുക എന്നുള്ള അർത്ഥമാണ്. ഷീ ഈസ് റണ്ണിങ് എ ബിസിനസ്. അവൾ ഒരു ബിസിനസ് നടത്തുകയാണ്. അപ്പോൾ നടത്തുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ റണ്ണിങ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ കമ്പ്യൂട്ടർ പ്രോഗ്രാം വോണ്ട് റൺ പ്രോപ്പർലി. കമ്പ്യൂട്ടർ പ്രോഗ്രാം ശരിയായി പ്രവർത്തിക്കില്ല. ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളതിനാണ് നമ്മൾ റൺ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓടുക എന്നുള്ളതിന് നമ്മൾ റൺ എന്ന് പറയും. ബിസിനസ് നടത്തുക, അതുപോലെ ഷോപ്പ് നടത്തുക, ഇതിനൊക്കെ നമ്മൾ റൺ എന്ന് പറയും. എന്തെങ്കിലും പ്രവർത്തിക്കുക, ഇപ്പം മെഷീൻ പ്രവർത്തിക്കുക, അതിനൊക്കെ നമ്മൾ റൺ എന്ന് പറയും. അടുത്തൊരു വാക്കാണ് ലൈറ്റ്. ടേൺ ഓൺ ദ ലൈറ്റ്. ലൈറ്റ് ഓൺ ചെയ്യൂ. ഇവിടെ ലൈറ്റ് എന്താ? നമ്മൾ സ്വിച്ച് ഇട്ടാൽ പ്രകാശിക്കുന്ന ലൈറ്റ് അല്ലേ? അപ്പോൾ ഒരർത്ഥം അതാണ്. പിന്നെ ഏതൊക്കെ അർത്ഥം വരും? ദിസ് ബാഗ് ഈസ് വെരി ലൈറ്റ് ടു ക്യാരി. ഈ ബാഗ് എളുപ്പത്തിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാരക്കുറവിനെയാണ് കാണിക്കുന്നത്. പ്ലീസ് ലൈറ്റ് ദ ക്യാൻഡിൽ. ദയവായി മെഴുകുതിരി തെളിയിക്കൂ. ഇവിടെ മെഴുകുതിരി തെളിയിക്കുക എന്ന് പറയുന്നില്ലേ, അതിനാണ് നമ്മൾ ലൈറ്റ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ആ തെളിയിക്കുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രവർത്തനം ഉണ്ടല്ലോ, അതിനെയാണ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത വാക്ക് ബുക്ക്. ഐ റീഡ് എ ബുക്ക് ബിഫോർ ബെഡ്. ഞാൻ കിടക്കുന്നതിന് മുമ്പ് പുസ്തകം വായിക്കും. അപ്പോൾ ഇവിടെ ബുക്ക് എന്താ? പുസ്തകമാണല്ലേ. ഇനി വേറൊരു അർത്ഥത്തിലും കൂടി യൂസ് ചെയ്യാം. വി നീഡ് ടു ബുക്ക് എ ടാക്സി. നമുക്ക് ടാക്സി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മുൻകൂട്ടി ടാക്സി വരാൻ വേണ്ടി പറഞ്ഞ് ഏൽപ്പിക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥമാണ്. അടുത്ത വാക്കാണ് ബ്രേക്ക്. ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്. ഗ്ലാസ് തകർക്കരുത് അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബ്രേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാം. അപ്പോൾ ഇവിടെ ബ്രേക്ക് എന്താ? ഇടവേളയാണ്. വാച്ച്. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. എനിക്ക് സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വാച്ച് എന്താണ്? കാണുക എന്നുള്ള അർത്ഥമാണല്ലേ. ഹി വോർ എ ന്യൂ വാച്ച്. അവനൊരു പുതിയ വാച്ച് ധരിച്ചു. അപ്പൊ ഇവിടെ വാച്ച് എന്താണ്? നമ്മൾ കയ്യിലൊക്കെ കെട്ടുന്ന ടൈം നോക്കാൻ ഉപയോഗിക്കുന്ന വാച്ചാണ്. ഇത് മാത്രമല്ല, വേറൊരു അർത്ഥത്തിലും കൂടി ഇത് യൂസ് ചെയ്യാം. വാച്ച് യുവർ സ്റ്റെപ്പ്. സൂക്ഷിച്ച് നടക്കൂ, അതായത് ശ്രദ്ധിച്ച് നടക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാച്ച് എന്ന് യൂസ് ചെയ്യാം. വാച്ച് യുവർ സ്റ്റെപ്പ്. ക്യാൻ. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഇവിടെ കഴിയും അഥവാ കഴിയുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ക്യാൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഒരു എബിലിറ്റിയെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു അർത്ഥത്തിലും കൂടി യൂസ് ചെയ്യാം. ഹി ഓപ്പൺഡ് എ ക്യാൻ ഓഫ് ജ്യൂസ്. അവൻ ജ്യൂസ് ക്യാൻ തുറന്നു. നമ്മൾ വെള്ളം എടുത്തു വെക്കുന്ന ക്യാന്, ജ്യൂസ് എടുത്തു വെക്കുന്ന ക്യാൻ എന്നൊക്കെ പറയാറില്ലേ? അതെന്താണ്? അത് എടുത്തു വെക്കുന്ന ആ പാത്രത്തിനെ, ആ വെസലിനെ പറയുന്ന പേരാണതല്ലേ. അപ്പോൾ ഇവിടെ ക്യാൻ എന്നുള്ളത് കഴിയും അല്ലെങ്കിൽ കഴിയുക എന്നുള്ള അർത്ഥത്തിലും യൂസ് ചെയ്യും. മാത്രല്ല, എന്തെങ്കിലും ഇട്ട് വെക്കുന്ന പാത്രം എന്നുള്ള രീതിയിലും നമ്മൾ ക്യാൻ എന്നുള്ളത് യൂസ് ചെയ്യും. അടുത്ത വാക്ക് ബാറ്റ്. ഹി ഹിറ്റ് ദ ബോൾ വിത്ത് എ ബാറ്റ്. അവൻ ബാറ്റ് ഉപയോഗിച്ച് പന്തടിച്ചു. ഇവിടെ എന്താണ് ബാറ്റ്? നമ്മൾ ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ ബാറ്റ് എന്ന് പറഞ്ഞാൽ. ഐ സോ എ ബാറ്റ് ഫ്ലൈയിങ്. ഞാനൊരു വവ്വാൽ പറക്കുന്നത് കണ്ടു. ഇവിടെ എന്താ ഇപ്പോൾ ബാറ്റ്?
വവ്വാലാണല്ലേ. ഷീ വിൽ ബാറ്റ് നെക്സ്റ്റ് ഇൻ ദ ഗെയിം. അടുത്ത ഗെയിമിൽ അവളാണ് ബാറ്റിംഗ് ചെയ്യുക. അപ്പോൾ ബാറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് അവളാണ്. ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്ന സമയത്ത് ബോൾ എറിയുന്ന ഒരാളുണ്ടാവും, ബാറ്റ് വെച്ച് ബോൾ തട്ടാൻ ഒരാളും ഉണ്ടാവും. അടുത്ത ഗെയിമിൽ ബാറ്റിംഗ് ചെയ്യുന്നത് അവളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബാറ്റ് എന്നുള്ള വേർഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി റിംഗ് എന്നുള്ള വാക്ക് ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം? ഐ ബോട്ട് എ ഗോൾഡ് റിംഗ്. ഞാനൊരു സ്വർണ്ണ മോതിരം വാങ്ങി. ഇവിടെ റിംഗ് മോതിരാണല്ലേ. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കാം, അല്ലെങ്കിൽ വേറൊരു മീനിങ് നോക്കാം. ദ ബെൽ വിൽ റിംഗ് അറ്റ് 5. ബെല്ല് 5-ന് മുഴങ്ങും. ഇവിടെ ബെല്ല് എന്താണ്? മണിയടിക്കുക, അല്ലെങ്കിൽ അലാം മുഴങ്ങുക, അല്ലെങ്കിൽ സ്കൂളിലൊക്കെ ബെല്ലടിക്കില്ലേ, ആ ബെല്ലിനെ പറയാം. അടുത്ത വാക്ക് റൈറ്റ്. ടേൺ റൈറ്റ് അറ്റ് ദി ജംഗ്ഷൻ. ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിയൂ. അപ്പോൾ ഇവിടെ വലത് എന്ന് പറയാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. യുവർ ആൻസർ ഈസ് റൈറ്റ്. നിന്റെ ഉത്തരം ശരിയാണ്. ഇവിടെ ശരി എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എവ്രി വൺ ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക്. എല്ലാവർക്കും സംസാരിക്കാൻ അവകാശമുണ്ട്. ഇവിടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അവകാശം എന്നാണല്ലേ. അപ്പോൾ വലത് എന്ന് പറയാനും ശരി എന്ന് പറയാനും അവകാശം എന്ന് പറയാനും നമ്മൾ എന്താ ഉപയോഗിച്ചേ? റൈറ്റ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. അടുത്ത വാക്ക് ലെഫ്റ്റ്. ടേക്ക് എ ലെഫ്റ്റ് ടേൺ. ഇടത്തേക്ക് തിരിയൂ. അപ്പോൾ ഇവിടെ ഇടത് എന്ന് പറയാൻ വേണ്ടി ലെഫ്റ്റ് ഉപയോഗിച്ചു. ഹി ലെഫ്റ്റ് ദ പാർട്ടി ഏർലി. അവൻ പാർട്ടി വിട്ട് നേരത്തെ പോയി. ഇവിടെ ലെഫ്റ്റ് എന്താണ്? ഇവിടെ വിട്ടു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൺലി 2 ആപ്പിൾസ് ആർ ലെഫ്റ്റ്. ഇനി 2 ആപ്പിളുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇത്രേ അവശേഷിക്കുന്നുള്ളൂ, ഇതേ ബാക്കിയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് എന്ന് യൂസ് ചെയ്യും. അടുത്ത വാക്ക് പോയിന്റ്. ഹി മേഡ് എ ഗുഡ് പോയിന്റ്. അവൻ ഒരു നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ പോയിന്റ്? അഭിപ്രായം എന്നുള്ള മീനിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഷി പോയിന്റഡ് അറ്റ് ദി ബോർഡ്. അവൾ ബോർഡിലേക്ക് വിരൽ ചൂണ്ടി. അപ്പോൾ ഇവിടെ എന്താണ് പോയിന്റ്? വിരൽ ചൂണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. വാട്ട്സ് ദ പോയിന്റ് ഓഫ് ദിസ് മീറ്റിംഗ്? ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ് പോയിന്റ്? എന്താണ് ഉദ്ദേശം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി ഹെഡ് എന്നുള്ള വാക്ക് ഏതൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം? ഹിസ് ഹെഡ് ഈസ് ഇൻജുവേർഡ്. അവന്റെ തലയ്ക്ക് പരിക്കേറ്റു. ഇവിടെ ഹെഡ് എന്ന് പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം. ഇനി ഹെഡ് എന്നുള്ളത് തന്നെ വേറൊരു മീനിങ്ങിലും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഹി ഈസ് ദ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അവൻ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നൊക്കെ പറയാറില്ലേ? ഡിപ്പാർട്ട്മെന്റിന്റെ തലവനാണ്. അപ്പോൾ ഇവിടെ തലവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹെഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വാക്ക് വെൽ. ഷീ സിങ്സ് വെരി വെൽ. അവൾ നന്നായി പാടുന്നു. അവൾ വളരെ നന്നായി പാടുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? വെൽ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വെൽ യൂസ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് എ വെൽ ബിഹൈൻഡ് ദ ഹൗസ്. വീടിന് പിന്നിൽ ഒരു കിണറുണ്ട്. അപ്പോൾ ഇവിടെ വെൽ എന്താണ്? കിണറാണ്. ഐ ആം ഫീലിംഗ് വെൽ ടുഡേ. ഇന്ന് ഞാൻ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വെൽ എന്ന് പറഞ്ഞാൽ സുഖമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. റോക്ക് എന്നുള്ള വാക്ക് നമുക്ക് ഏതൊക്കെ അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റും? എ ബിഗ് റോക്ക് ഫെൽ ഓൺ ദി റോഡ്. ഒരു വലിയ കല്ല് റോഡിലേക്ക് വീണു. അപ്പോൾ ഇവിടെ റോക്ക് ഒരു കല്ലാണ്. ഇനി വേറൊരു അർത്ഥത്തിലും കൂടി നമുക്ക് റോക്ക് യൂസ് ചെയ്യാം. ദ ബോട്ട് സ്റ്റാർട്ടഡ് ടു റോക്ക്. ബോട്ട് ആടിത്തുടങ്ങി. അതായത് കടലിൽ ഒരു ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല തിരമാലയൊക്കെ ഉണ്ട്. അപ്പോൾ ബോട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ആടില്ലേ? അതിനെയാണ് നമ്മൾ ദ ബോട്ട് സ്റ്റാർട്ടഡ് ടു റോക്ക് എന്ന് പറയാം. ഇവിടെ റോക്ക് എന്താണ്? ആടുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി കോൾഡ് എങ്ങനെയാണ് നമ്മൾ വേറെ അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റുക? ഇറ്റ്സ് വെരി കോൾഡ് ടുഡേ. ഇന്ന് വളരെ തണുപ്പാണ്. അപ്പോൾ ഇവിടെ കോൾഡ് എന്താ? തണുപ്പാണ്. സംശയമൊന്നുമില്ലല്ലോ.
ഇനി വേറെ എങ്ങനെ യൂസ് ചെയ്യാം? ഹി ഹാസ് എ കോൾഡ്. അവന് ജലദോഷാണ്. ജലദോഷത്തിന് നമ്മൾ കോൾഡ് എന്ന് തന്നെയാണ് പറയാ. അടുത്തൊരു വാക്ക് മാച്ച്. ദ ക്രിക്കറ്റ് മാച്ച് വാസ് എക്സൈറ്റിംഗ്. ക്രിക്കറ്റ് മത്സരം രസകരമായിരുന്നു. അപ്പോൾ ഇവിടെ മാച്ച് എന്താണ്? മത്സരം എന്നുള്ള അർത്ഥത്തിലാണ് മാച്ച് യൂസ് ചെയ്തിട്ടുള്ളത്. ദ ക്ലോത്ത്സ് മാച്ച് വെൽ. അവരുടെ വസ്ത്രങ്ങൾക്ക് നല്ല പൊരുത്തമുണ്ട്, അല്ലെങ്കിൽ നല്ല സാമ്യമുണ്ട്. അപ്പൊ ഇവിടെ മാച്ച് എന്താണ്? സാമ്യം. മനസ്സിലായില്ലേ? ഫൈൻ എന്നുള്ള വാക്ക് വ്യത്യസ്ത അർത്ഥത്തിൽ എങ്ങനെ യൂസ് ചെയ്യാന്ന് നോക്കാം. ആം ഫൈൻ. എനിക്ക് സുഖമാണ്. അപ്പൊ സുഖമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈൻ എന്നുള്ളത് യൂസ് ചെയ്തു. ഇനി എങ്ങനെ യൂസ് ചെയ്യാം? ഹി ഹാഡ് ടു പേ എ ഫൈൻ ഫോർ ഓവർ സ്പീഡിങ്. അതിവേഗത്തിന് അവന് പിഴ അടയ്ക്കേണ്ടി വന്നു. അതായത് ഓവർ സ്പീഡായതിന് പിഴ അടയ്ക്കേണ്ടി വന്നു. അപ്പൊ ഇവിടെ ഫൈൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? പിഴ എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ബാങ്ക്. ബാങ്ക് എങ്ങനെയാ വ്യത്യസ്ത അർത്ഥത്തിൽ യൂസ് ചെയ്യുക? ഐ നീഡ് ടു ഗോ ടു ദി ബാങ്ക്. എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇവിടെ എന്താ ബാങ്ക്? ഒരു ധനകാര്യ സ്ഥാപനം. നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്ന ധനകാര്യ സ്ഥാപനമാണ് ഇവിടെ ബാങ്ക്. ഇനി വേറൊരു അർത്ഥത്തിലും കൂടി ഉപയോഗിക്കാം. ഹി സാറ്റ് ബൈ ദ റിവർ ബാങ്ക്. അവൻ നദീതീരത്തിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് ബാങ്ക്? തീരം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ബാങ്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത വാക്ക് നോക്കാം, കൈൻഡ്. ഷീ ഈസ് എ കൈൻഡ് പേഴ്സൺ. അവൾ ദയയുള്ളവളാണ്. അപ്പൊ ഇവിടെ കൈൻഡ് ദയ എന്നുള്ള അർത്ഥത്തിലാണ്. വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക്? നിനക്ക് ഏത് തരത്തിലുള്ള സംഗീതമാണ് ഇഷ്ടം? അപ്പോൾ ഇവിടെ തരം എന്നുള്ള മീനിങ്ങിലാണ് കൈൻഡ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡാണ് കറണ്ട്. ദ കറണ്ട് സിറ്റുവേഷൻ ഈസ് സീരിയസ്. ഇപ്പോഴത്തെ അവസ്ഥ ഗൗരവമുള്ളതാണ്. അപ്പൊ ഇവിടെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്നുള്ള അർത്ഥത്തിലാണ്. ദ റിവർ ഹാസ് എ സ്ട്രോങ് കറണ്ട്. നദിക്ക് ശക്തമായ പ്രവാഹമുണ്ട്. അപ്പൊ ഇവിടെ പ്രവാഹം എന്നുള്ള അർത്ഥത്തിലാണ് കറണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കറണ്ട് പോയി കറണ്ട് വന്നു എന്നൊക്കെ പറയാറില്ലേ? ആ കറണ്ടും ഈ പ്രവാഹം തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വൈദ്യുതിയുടെ പ്രവാഹം എന്ന് മാത്രം. ടൈ. ഹി വോർ എ റെഡ് ടൈ. അവനൊരു ചുവന്ന ടൈ ധരിച്ചു. ഇവിടെ ടൈ എന്താണ്? നമ്മൾ ഫോർമൽ ഡ്രസ്സിന്റെ ഒരു പാർട്ടായിട്ട് ഷർട്ടിന്റെ കോളറിലൂടെ ഇടുന്ന ഒരു ഫോർമൽ ഡ്രസ്സിന്റെ പാർട്ടാണ് എന്ത്? ടൈ എന്ന് പറഞ്ഞാല്. ടൈ യുവർ ഷൂ ലേസ്. നിന്റെ ഷൂ ലേസ് കെട്ടു. ഇവിടെ കെട്ടുക എന്നുള്ള മീനിങ്ങിലാണ് ടൈ വന്നിട്ടുള്ളത്. ദ ഗെയിം എൻഡഡ് ഇൻ എ ടൈ. കളി സമനിലയിൽ അവസാനിച്ചു. അപ്പൊ ഇവിടെ ടൈ എന്താണ്? സമനില എന്നുള്ള അർത്ഥമാണ്. അടുത്ത വാക്ക് ചേഞ്ച്. ഡിഡ് യു ചേഞ്ച് യുവർ ക്ലോത്ത്സ്? നീ വസ്ത്രം മാറ്റിയോ? അപ്പൊ ഇവിടെ വസ്ത്രം മാറ്റിയോ, ആ മാറ്റിയോ എന്നുള്ളതിനാണ് നമ്മളിവിടെ ചേഞ്ച് യൂസ് ചെയ്തിട്ടുള്ളത്. കീപ് ദ ചേഞ്ച്. നമ്മൾ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തു, അതിന്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ട, ബാക്കി നിങ്ങൾ തന്നെ വെച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കീപ് ദ ചേഞ്ച് എന്ന് പറയാം. ഇവിടെ ബാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. കീപ് ദ ചേഞ്ച്, ബാക്കി വെച്ചോളൂ. ദ വെദർ ഈസ് അബൌട്ട് ടു ചേഞ്ച്. കാലാവസ്ഥ മാറാൻ പോകുന്നു. അപ്പൊ ഇവിടെ മാറുക എന്നുള്ള അർത്ഥത്തിലാണ് ചേഞ്ച് യൂസ് ചെയ്തിട്ടുള്ളത്. മാർക്ക്. ഷീ ഗോട്ട് ഗുഡ് മാർക്സ് ഇൻ ദ ടെസ്റ്റ്. അവൾക്ക് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവൾ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി. അപ്പൊ ഇവിടെ മാർക്ക് എന്താണ്? അവൾക്ക് പരീക്ഷയിൽ കിട്ടിയ സ്കോറാണ് ഇവിടെ മാർക്ക് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ? ഇനി വേറൊരു അർത്ഥത്തിലും കൂടി യൂസ് ചെയ്യാൻ പറ്റും. മാർക്ക് ദിസ് ഡേറ്റ് ഓൺ യുവർ കാലണ്ടർ. ഈ തീയതി കലണ്ടറിൽ അടയാളപ്പെടുത്തു. അപ്പൊ ഇവിടെ മാർക്ക് എന്താണ്? അടയാളപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. കവർ. പ്ലീസ് കവർ ദ ഫുഡ്. ദയവായി ഭക്ഷണം മൂടൂ, അല്ലെങ്കിൽ മൂടി വെക്കൂ. അപ്പൊ ഇവിടെ കവർ എന്താണ്? മൂടി വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ദിസ് ഇൻഷുറൻസ് വിൽ കവർ ദി എക്സ്പെൻസസ്. ഈ ഇൻഷുറൻസ് ചെലവുകളൊക്കെ വഹിക്കും. അപ്പൊ ഇവിടെ കവർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളത്?
ആ ഇൻഷുറൻസ് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഇൻഷുറൻസിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഇന്ന ചെലവുകളും ഇന്ന കാര്യങ്ങളൊക്കെ ആ ഇൻഷുറൻസ് വഹിച്ചു കൊള്ളും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കവർ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അഡ്രസ്. ടെൽ മീ യുവർ അഡ്രസ്. നിന്റെ വിലാസം പറയൂ. ഇവിടെ നമ്മളുടെ പ്ലേസ്, നമ്മളുടെ വീട്ടുപേര്, ഇതൊക്കെയാണ് അഡ്രസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ മാനേജർ വിൽ അഡ്രസ് ദി ഇഷ്യൂ. മാനേജർ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ ഇവിടെ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇഷ്യൂ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ ആ ഇഷ്യൂ പരിഹരിച്ചു തരും എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അഡ്രസ് എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലൈ. ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഇവിടെ ഫ്ലൈ എന്താണ്? പറക്കുക എന്നുള്ളതാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി വേറെയും അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. എ ഫ്ലൈ ഈസ് സിറ്റിംഗ് ഓൺ ദി ഫുഡ്. ഭക്ഷണത്തിൽ ഒരു ഈച്ച ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈച്ച എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ വിൽ ഫ്ലൈ ടു ഡൽഹി ടുമോറോ. ഞാൻ നാളെ ഡൽഹിക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ ഡൽഹിക്ക് പറക്കും. ഇവിടെ പറക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ചിറക് വെച്ച് ഡൽഹിക്ക് പോകുന്നല്ല, പകരം ഫ്ലൈറ്റ് എങ്ങനെയാ? എയറിലൂടെ അല്ലേ പോവുക? അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലൈ എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ട്രെയിൻ. വി മിസ്ഡ് ദ ട്രെയിൻ. ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടിയില്ല. ഇവിടെ ട്രെയിൻ എന്താണ്? നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ആണല്ലേ. ഇനി വേറൊരു അർത്ഥത്തിലും കൂടി ഉപയോഗിക്കാൻ പറ്റും. ദ കോച്ച് വിൽ ട്രെയിൻ ദ ടീം. കോച്ച് ടീമിനെ പരിശീലിപ്പിക്കും. ഇവിടെ ട്രെയിൻ എന്താണ്? പരിശീലനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അടുത്ത വാക്ക് നോക്കാം. ഫെയർ. ദാറ്റ്സ് നോട്ട് ഫെയർ. അത് നീതിയല്ല. അപ്പോൾ ഇവിടെ ഫെയർ എന്ന് പറഞ്ഞാൽ നീതി എന്നുള്ള അർത്ഥമാണ്. ദേ ഹെൽഡ് എ ബുക്ക് ഫെയർ. അവർ ഒരു പുസ്തകമേള നടത്തി. ഇവിടെ പുസ്തകമേള അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫെയർ യൂസ് ചെയ്തിട്ടുള്ളത്. ഷീ ഹാസ് ഫെയർ സ്കിൻ. അവൾക്ക് വെളുത്ത ത്വക്കാണ്, അതായത് അവളുടെ സ്കിന്നിന് നല്ല വെളുത്ത നിറമാണ്. അപ്പോൾ ഇവിടെ വെളുപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫെയർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അടുത്തൊരു വാക്കാണ് ലെറ്റർ. ഐ റിസീവ്ഡ് എ ലെറ്റർ യെസ്റ്റർഡേ. എനിക്ക് ഇന്നലെ ഒരു കത്ത് കിട്ടി. അപ്പോൾ ഈ ലെറ്റർ എന്താണ്? കത്താണ്. റൈറ്റ് ഈച്ച് ലെറ്റർ ക്ലിയർലി. ഓരോ അക്ഷരവും വ്യക്തമായി എഴുതുക. ഇവിടെ എന്താണ് അപ്പോൾ ലെറ്റർ? അക്ഷരമാണല്ലേ. ഇനി നെയിൽ എങ്ങനെയാ നമുക്ക് പല അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റുക? ഹി ഹിറ്റ് ദ നെയിൽ വിത്ത് എ ഹാമർ. അവൻ ആണി ഹാമർ കൊണ്ട് അടിച്ചു. അപ്പോൾ ഇവിടെ നെയിൽ എന്താണ്? ആണിയാണ്. ഷീ കട്ട്സ് ഹെർ നെയിൽസ്. അവൾ അവളുടെ നഖങ്ങൾ മുറിച്ചു. ഇവിടെ നെയിൽ എന്താണ്? നഖമാണല്ലേ. ഓക്കെ, ഇനി ഷാർപ്പ് എന്നുള്ള വാക്ക് നോക്കാം. ദ നൈഫ് ഈസ് വെരി ഷാർപ്പ്. കത്തിക്ക് നല്ല മൂർച്ചയുണ്ട്. അപ്പം ഇവിടെ ഷാർപ്പ് എന്താ? മൂർച്ചയാണ്. ഷീ ഹാസ് എ ഷാർപ്പ് മെമ്മറി. അവൾക്ക് ശക്തമായ ഓർമ്മശക്തിയുണ്ട്. അതായത് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർമ്മശക്തി ഉണ്ട്. അപ്പോൾ ഈ ശക്തമായ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഷാർപ്പ് വന്നിട്ടുള്ളത്. ബി ദർ അറ്റ് 10 o'clock ഷാർപ്പ്. കൃത്യം 10-ന് അവിടെ എത്തുക. അപ്പോൾ ഇവിടെ എന്താണ് ഷാർപ്പ്? കൃത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷാർപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ഹോമോഗ്രാഫ്സ് എന്താണ്? ഹോമോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്പെല്ലിങ്ങും ഒരേ സൗണ്ടും പക്ഷേ വ്യത്യസ്തമായ അർത്ഥം വരുന്ന വാക്കുകളാണ് ഹോമോഗ്രാഫ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കുറേ വാക്കുകളും കുറേ സെൻറ്റൻസുകളും പഠിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.